വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏതുവരെയാണ് പഠിച്ചു നിർത്തിയത്? റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് മെത്തേഡ് ഉണ്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, രണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം. അത് തമ്മിലുള്ള ഡിഫറൻസ് തിയറി 4 മാർക്കിന് വരാവുന്ന ഒരു ഷോർ ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കണം. കൂടാതെ ഈ രണ്ട് മെത്തേഡിൽ പ്രോബ്ലം ചെയ്യാനും പഠിക്കണം. ഇത്ര കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഫ്ലക്ച്വേറ്റിംഗ് എന്ന വാക്ക്, ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എന്നാണ് അർത്ഥം. എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും പുതിയ അക്കൗണ്ട് വരച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എന്താണ്, ഫ്ലക്ച്വേറ്റിങ്ങിൽ ഒരു അക്കൗണ്ട് ഉള്ളൂ, അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഒരു അക്കൗണ്ടാണ് ഉള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡോ അങ്ങനെ മാറൊന്നുമില്ല, ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ 2 അക്കൗണ്ട് ഉണ്ട്. സോ ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ചിങ് ആണ്, എപ്പോഴും അക്കൗണ്ട് വരച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരൊറ്റ അക്കൗണ്ട് ഉള്ളൂ. ആ അക്കൗണ്ടാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫിക്സഡ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആണ്. സോ അവിടെ 2 അക്കൗണ്ട് നമ്മൾ വരയ്ക്കും. അതിലൊന്നാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും 2 പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കി. നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആകും. ഇത് തിയറി 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ ഡിഫറൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ചിങ് ആണ്, എപ്പോഴും അക്കൗണ്ട് വരച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരൊറ്റ അക്കൗണ്ടാണ് ഉള്ളൂ. ആ അക്കൗണ്ടിൻ്റെ പേരാണ്, എന്താണ് പേര്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഒറ്റ അക്കൗണ്ടാണ് ഉള്ളൂ. അതേസമയം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും 2 പറയുന്നത് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും ആണ് ഉള്ളത്. ഓക്കെ, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ദെൻ അടുത്ത ഡിഫറൻസ് എന്താ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിരിക്കും, അങ്ങനെ വലിയ ചേഞ്ചൊന്നും ക്യാപിറ്റൽ ഉണ്ടാവില്ല, നോ ചേഞ്ച് ആയിരിക്കും. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലോ ക്യാപിറ്റൽ എല്ലാ വർഷവും ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ അവിടെ 2 അക്കൗണ്ട് ഉണ്ടല്ലോ. സോ രണ്ടാമത്തെ അക്കൗണ്ട് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും എഴുതിയിടുക. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരൊറ്റ അക്കൗണ്ട് അല്ലേ ഉള്ളൂ. സോ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ 2 അക്കൗണ്ടും, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരൊറ്റ അക്കൗണ്ട്, അതായത് ആ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുള്ളൂ. ഇനി ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫിക്കലി അത് മെൻഷൻ ചെയ്തിരിക്കണം. അതല്ല അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഏതാണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യണം എന്നൊന്നുമില്ല. ഓക്കെ, ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഒന്നുകൂടി പറയാം. ഫിക്സഡിൽ 2 അക്കൗണ്ട് ഉണ്ട്, ഫ്ലക്ച്വേറ്റിങ്ങിൽ ഒരു അക്കൗണ്ട് ഉള്ളൂ. ഫിക്സഡിൽ ക്യാപിറ്റലിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, ഫ്ലക്ച്വേറ്റിങ്ങിൽ ചേഞ്ച് വരും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ചെയ്യുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അതേസമയം ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ കാണിക്കുള്ളൂ. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാകണം. ഫ്ലക്ച്വേറ്റിംഗ് ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡീഡിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, നോട്ട് നെസസറി. ഓക്കെ, 4 മാർക്കിൻ്റെ ഷുവർ ആയിട്ടുള്ള ഒരു തിയറി ക്വസ്റ്റ്യൻ ആണിത്. ഇത് നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം കേട്ടോ. താങ്ക് യു.